അതുണ്ട്. അത് നമ്മുടെ മതം പഠിപ്പിക്കുന്നതും ഇപ്പം ഹിന്ദുവിൻ്റെ മതം പഠിപ്പിക്കലില്ലല്ലോ. നമ്മളിപ്പം നമ്മുടെ രാജ്യം പലപ്പോഴും ഒരു ഹൈന്ദവ കൾച്ചറിൽ അധിഷ്ഠിതമായൊരു രാജ്യമാണ്. ഇത് കൾച്ചറാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇതര മതങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളും ജനിച്ചത് ഹിന്ദു മതത്തിലാണല്ലോ. ഒരു ക്ഷേത്രത്തിലും നാളിതുവരെയും നമ്മളെ മതം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായ്മയില്ല. നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകതയായിട്ട് മാറുകയാണ് മതപരമായ വോട്ടുകളാണ് തങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളത്. മതപരമായ വോട്ടുകൾ തങ്ങളുടെ നിലനിൽപ്പാണെന്നും തങ്ങളുടെ അധികാരം നിലനിർത്തുന്നത് ഇവിടുത്തെ മതമാണെന്നും തിരിച്ചറിയുന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇതര സമുദായങ്ങളെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവർ തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങും. അതാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പം അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ രണ്ടു പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പം പേര് പറഞ്ഞു കഴിയുമ്പം ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, ഇവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണ്.